ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മുബാറക്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ എന്റെ ഒരു രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. പതിവ് പോലെ തന്നെ രാവിലെ എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ ഞാൻ പോയി നോക്കുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. എന്നും അങ്ങനെ ഉണ്ടാവും. സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അത് ഓഫ് ആക്കും വേണം. പിന്നെ നായ്ക്കള് ശല്യം നല്ല രീതിക്ക് തന്നെ ഇപ്പൊ ഉണ്ടായതുകൊണ്ട് നായ്ക്കള് പണി തന്നിട്ടുണ്ടോ ഇല്ലേന്നും കൂടി പോയി നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആദ്യം പോയി നോക്കുക സിറ്റ് ഔട്ടിലാണ്. അങ്ങനെ സിറ്റ് ഔട്ടിലേക്കൊക്കെ പോയി നോക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയോണ്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വാതിലൊക്കെ അടിച്ച് അകത്തേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മളെ ഡ്യൂട്ടി അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ തങ്ങി നിൽക്കാനൊന്നും സമയമില്ല. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സിറ്റ് ഔട്ടിന്റെ വാതിലൊക്കെ അടിച്ചു വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചുകൊണ്ട് 10-15 മിനിറ്റ് അവിടെ ഇങ്ങനെ കുത്തർന്ന് എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കലാണ് ചെയ്യല്. വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് ഒരു മുൻഗണന കൊടുക്കുമല്ലോ, എല്ലാ ദിവസത്തിലും ഉള്ള ദിവസമാണ്. അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കലുണ്ട്. അപ്പൊ ഇന്ന് കാൽച്ചായ കുടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് ദോശ ചുടുന്നുണ്ട്, അതുപോലെ തന്നെ കാൽച്ചായ കുടിക്കുന്നുണ്ട്. രണ്ടും കൂടി ഒപ്പം കയ്യട്ടെ എഴുതിയിട്ട് അത് രണ്ടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പിന്നെ കറിയൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു. കറിയൊക്കെ തലേ ദിവസത്തെ ചിക്കൻ കറി തന്നെ ബാക്കി വന്നതുണ്ട്. അത് ഇന്നട് ചൂടാക്കും, എന്നിട്ട് അയക്കട് കൂട്ടും ചെയ്യും. അങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. പക്ഷെ കറി ഉണ്ടാക്കാനില്ലെങ്കിലും പണി നേരത്തെ നിങ്ങൾ കഴിച്ചണ്ട വിചാരിച്ചിട്ട് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. എന്ന് മോളെ ഞാൻ വിളിച്ച് ഉണർത്തലാണ്. ഇന്ന് മോള് നേരത്തെ തന്നെ ഞാൻ കടി ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പോ തന്നെ എണീറ്റ് വന്ന് വണ്ടി കോട്ടല് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഓളെ പപ്പി ഉണ്ടായിരുന്നു അവിടെ, പപ്പനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പപ്പക്ക് ഇന്ന് ഓളെ കൊഞ്ചിച്ചാലുള്ള സമയമൊന്നും വല്ലാണ്ടല്ല, കാരണം ഇന്ന് ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്ക് അവിടേക്ക് പോവാണ്ട്. അതുകൊണ്ട് പിന്നെ ഓളെ കുറച്ച് സമയമൊക്കെ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് ഞാൻ ബാത്റൂമിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി വന്ന് ഇരുത്തിയതാണ്. ചായ കുടിക്കാൻ വന്ന് ഇരുത്തി നോക്കുമ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഒറ്റക്ക് തന്നെ കഴിച്ചോളാം, ഇമ്മച്ചിന്റെ ഒരു ഹെൽപ്പും എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകാണ്ട് ഇന്നെ പറഞ്ഞയച്ചതാണ് കേട്ടാ. അങ്ങനെ ഞാൻ എന്നാൽ ഈ കുടിച്ചൂടെയെന്നും പറഞ്ഞ് ഞാൻ പോയി നോക്കി. സിറ്റ് ഔട്ടില് പോയി നോക്കുമ്പോ നല്ല തകൃതമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകാണ്ട് ഇങ്ങനെ വന്നപ്പോ എന്നോട് പറയാണ് എനിക്ക് ചായ മതി, ഇനി എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിട്ടുകൊടുക്കോ? ഞാൻ പറഞ്ഞു ഞാൻ വാരി തരാന്നും പറഞ്ഞ് വാരി കൊടുത്ത് പിന്നെ അവളെ ഫ്രഷ് ആക്കി പിൻവാടിക്ക് പോയി. അംഗൻവാടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഓളെ കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് പെപ്പർ മട്ടൺ റോസ്റ്റും ഉണ്ടാക്കണം, അതുപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കണം. അത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടി ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയി വന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ട് നിൽക്കാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മട്ടന് നല്ല രീതിക്ക് വൃത്തിയാക്കാണ്ടാവും. ഈ മട്ടന് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിക്ക് അതിന്മേലെ രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വൃത്തിയാക്കാണ്ടാവും. അത് ഒരുപാട് സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കി അത് കഴുകി എടുത്തപ്പോഴേക്കിന് ഒരു സംഖ്യക്കുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി അത് മട്ടനൊന്ന് ആദ്യം വേവിച്ച് വെക്കാന്ന് കരുതിക്കാണ്ട് മട്ടൻ കുക്കറിലാണ് വേവിക്കുന്നത്. മട്ടന് നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ മട്ടന് നല്ലോണം വൃത്തിയായി കഴിക്കുന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ്. കുക്കറിൽ എന്തൊക്കെയാണ് ഇട്ട് വെക്കണെന്ന് വെച്ചാല് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ആക്കിയത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുക്കറൊക്കെ മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെന്ത് നല്ല രീതിക്ക് 5-6 വിസിൽ അടിച്ചപ്പോഴേക്കന്നെ നല്ല രീതിക്ക് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സമയം കൂടെ അതിന്റെ വെള്ളം വറ്റിക്കാനൊക്കെ വേണ്ടി വെക്കുമ്പോൾ പാകായിക്കോളും. അങ്ങനെ പിന്നെ വെച്ചതിന് ശേഷം നെയ്ച്ചോറിന്റെ പരിപാടി നോക്കാൻ വിചാരിച്ചിട്ട് നെയ്ച്ചോറിനുള്ള അരി എടുക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ കഴുകിയിട്ട് ഞാനിങ്ങനെ വാർക്കാൻ വേണ്ടിയിട്ട് വെക്കും. കാരണം വെള്ളം കയ്യിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ പോവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചെരിച്ച് വെക്കുന്നുണ്ട്, വെള്ളമൊക്കെ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വെച്ചതിന് ശേഷം ഇതില് നെയ്ച്ചോറിനുള്ള പരിപാടികൾ നോക്കുകയാണ്. കുക്കറിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ബട്ടർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും പാർന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ഈ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബട്ടറിലാണ് കൂടുതൽ ഉണ്ടാക്കലുള്ളത്. ഒരു കളർ മാറ്റം ഉണ്ടാവും കുറച്ച് ചോറിന്, കാരണം അതിങ്ങനെ ഒരു വൈക്ക് വെളിച്ചെണ്ണയും കൂടി പാരുന്ന സമയത്ത് ഒരു കളറിന് മാറ്റം ഉണ്ടാകും. അത് ഇട്ടതിന് ശേഷം വല്യുള്ളി, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സ്പൈസസ് ഒക്കെ അപ്പൊ തന്നെ അതിക്ക് ഇട്ടിട്ട് പിന്നെ അതിക്ക് അരി ഇട്ട് കൊടുക്കുന്ന ചെയ്യല്.
അല്ലാതെ ഞാൻ ഒന്ന് വേറെ നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷമോ അത് തൂമ്പിച്ചിട്ടൊന്നും പാരലില്ല. ഇങ്ങനെ കുക്കറിൽ വെക്കുന്ന സമയത്ത് പിന്നെ മൈക്കന്നെ ഇട്ടുകാണ്ട് വെക്കണ ചെയ്യല്. പിന്നെ ഒരു പണിയും കൂടി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഒക്കെ അയിമത്തന്നെ കയ്യട്ടെ എഴുതിയിട്ട് എല്ലാം അയക്ക് ഇട്ടുകാണ്ട് ചപ്പു ഇട്ടിട്ട് അത് അങ്ങനെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് നെയ്ച്ചോറിന് 2 വിസില് ഞാൻ അടുപ്പിക്കലുള്ളൂ. 2 വിസിൽ അടിച്ചുകാണ്ട് വിസില് കാര്യങ്ങളും പോയതിന് ശേഷം കുക്കർ തുറന്നാല് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടും. അങ്ങനെയാണ് നെയ്ച്ചോറിന്റെ. അത് അപ്പോഴേക്ക് ഒരടുപ്പത്ത് നെയ്ച്ചോറും ഒരടുപ്പത്ത് മട്ടനുള്ളതും വെച്ചിട്ടുണ്ട്. ഇനി ഒരടുപ്പത്ത് നമുക്ക് വെക്കാനുള്ളത് അതിനുള്ള റോസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ പാർന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി, വലിയ ചീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല രീതിക്ക് പേസ്റ്റ് ആക്കിയിട്ട് അതാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിക്ക് വഴണ്ടി വന്നതിന് ശേഷം വല്യുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചിലവരൊക്കെ ചീരുള്ളി ഇടലുണ്ട്, പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് വല്യുള്ളിയാണ്. കാരണം പേസ്റ്റിൽ ഞാൻ ചീരുള്ളി ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിലേക്ക് ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് നല്ല രീതിക്ക് വേണ്ടത് എരിവിന്. പച്ചമുളകൊക്കെ ഒന്നേ ഇട്ടിട്ടുള്ളൂ. കാശ്മീരി മുളകും പൊടിയൊക്കെ ഞാൻ ഒരു കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഫുള്ള് കുരുമുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്കുള്ളൊരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തക്കാളി യൂസ് ആക്കുന്നില്ല. തക്കാളിക്ക് പകരം പുളി കുറഞ്ഞ തൈര് ഉണ്ടല്ലോ, ഈ കട്ടത്തൈര് എന്നൊക്കെ പറയും, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മട്ടന് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല രസം ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കോണ്ടി. കാരണം തൈര് പാർന്നിട്ട് തക്കാളിക്ക് പുളിക്കായിട്ട് തൈര് പാരുക, പക്ഷെ നല്ല പുളിയുള്ള തൈര് പാടില്ല. നമ്മൾ സാധാ ഒരു കേടൊക്കെ ഉണ്ടാവുമല്ലോ കട്ടത്തൈര്, അത് ഇട്ടിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇക്കൊക്കെ വരാൻ സമയമായപ്പോഴാണ്, ജുമൊക്കെ കഴിഞ്ഞ് വരാൻ സമയമായപ്പോഴാണ് പിന്നെ പപ്പടമൊക്കെ പൊരിക്കുന്നത്. ഇക്ക പിന്നെ ജുമ കഴിഞ്ഞിട്ട് വന്നത് എന്ന് പറഞ്ഞാല് ഡ്യൂട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ അപ്പൊ തന്നെ പോകും വേണല്ലോ. അപ്പൊ പൊരിച്ചിട്ടേ എന്നൊക്കെ വിചാരിച്ചു നെയ്ച്ചോറും ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്ത്. അപ്പൊ ഞാൻ പിന്നെ എന്റെ മടി ഇനി സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു റാക്കൊക്കെ തോത്തിട്ടിട്ട് വരാ സമയം പൊരിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്റെ എല്ലാം കഴിഞ്ഞപ്പോയേക്ക് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ചോറ് എടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്. ചോറൊക്കെ തുറന്നു നോക്കിയ സമയത്ത് നല്ല രീതിക്ക് തന്നെ അത് വെന്തിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. വേവിന് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നല്ല നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനെന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പൊ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ എന്നെ പുകയറ്റി പറയണമെന്നൊന്നും വിചാരിക്കണ്ട. ഇക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ മട്ടനും പപ്പടവും നെയ്ച്ചോറൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ട് കഴിക്കാൻ സമയം ഇപ്പൊ ചോദിച്ചത് ഉപ്പേരി ഇല്ലേ അച്ചാറും ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അച്ചാറ് കഴിഞ്ഞിരിക്കണ പറഞ്ഞപ്പോ എന്നാലെ ഉള്ളി കൊണ്ട് സുർക്ക ഉണ്ടാക്കി കൊണ്ടുവരെന്നൊക്കെ പറഞ്ഞതാണ്ട് ഞാൻ ഉള്ളി സുർക്ക ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തതാണ്. അപ്പൊ പിന്നെ അതും ഉണ്ടാക്കിയതിന് ശേഷം ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോ ഇക്ക ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ മട്ടന് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇക്ക ഫോണില് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ട് ഇരിക്കായിരുന്നു ഫുഡ് കഴിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ ഇക്ക പറയുന്നതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കാരണം കോപ്പിറൈറ്റും കാര്യങ്ങളും നീ വെറുതെ പോയി വാങ്ങണ്ടല്ലോ വിചാരിച്ചുകാണ്ട് പിന്നെ ഞാന് അതൊന്നും ഇടാത്തതാണ്. ഫുഡ് കഴിച്ച് പോവാൻ സമയമായപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് എന്നൊക്കെ ചോദിച്ചപ്പോ ഉള്ള ഇക്കാന്റെ മറുപടി ഒന്ന് കേട്ട് നോക്കണേ. ഫുഡ് കഴിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? പെപ്പർ മട്ടൻ റോസ്റ്റ് ഒരു കിലോ ഞാൻ കഴിച്ചു നോക്കി ഇക്ക കോമഡി പറഞ്ഞതാണെങ്കിലും 1 കിലോ എന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. അത് പിന്നെ ഒന്ന് കോമഡി പറഞ്ഞതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞാണ്ട് ടേബിള് തോത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് നിന്നു. ടേബിൾ തോത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ നമ്മള് എടുത്ത പാത്രങ്ങളും വെച്ച പാത്രങ്ങളും തിന്ന പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വെച്ചതില്ലെങ്കിലും വെച്ചതൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്ത് കണ്ടാ പോയത്. പറയുമ്പോ പിന്നെ അങ്ങനെ പറയേനെ. തിന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ആ റാക്കൊക്കെ ഒന്ന് തോത്തിട്ട് പിന്നെ കുറച്ച് സമയം അങ്ങനെ പോയി കിടന്ന് വിശ്രമിച്ചൊക്കെ ചെയ്ത് മോൾ അംഗൻവാടിയിൽ നിന്നും കൊണ്ടുവന്നു. പിന്നെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞാണ്ട് പിന്നെ രാത്രി ഒരു മഗ്‌രിബിക്ക് ശേഷമാണ് ഒരു കാക്കാന്റെ കുട്ടിയും മോളും കൂടിയും കാക്കാന്റെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. പോയി രണ്ടാളും കൂടി നല്ല കളിയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ചോറുന്നാന്ന് വിചാരിച്ചു. കാക്കാന്റെ മോളും അതേപോലെ തന്നെ എന്റെ മോളും ഞാനും കൂടിയാണ് കഴിക്കുന്നുള്ളത്. ഇക്കല്ലായിരുന്നു, ഇക്ക കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ഫുഡ് വേണ്ടാന്നപ്പോ ഞങ്ങൾ കഴിച്ചു.
ആണ് ഞങ്ങളുടെ ഫ്രൈഡേ സ്പെഷ്യൽ വീഡിയോ. പെപ്പർ മട്ടൺ റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.